അതെങ്ങനെ തോണ്ടി എന്നെ എല്ലാവർക്കും എത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രംഗത്തെത്തുകയാണ് നടൻ സലീം കുമാർ. പുലിമടയിൽ തല വെക്കരുത് എന്ന് മുഖ്യമന്ത്രിയോട് നടൻ സലീം കുമാർ. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലത്. മുഖ്യമന്ത്രിയെ മൂക്കുകൊണ്ട് ഋതിക് റോഷൻ എന്ന് വീടി എഴുതിക്കുമെന്നാണ് പരിഹാസം. മൂക്കുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. പുലിമടയെ കൊണ്ട് തല വെക്കരുത്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. അത്ര പറയാനുള്ളൂ എനിക്ക്. കണ്ണീ കൊള്ളാനുള്ളത് പുരുകൊത്തു കൊണ്ടു എന്ന് കരുതിയാ മതി. പണ്ടറിയാലോ ഈ സതീശൻ വെല്ലുവിളിച്ചത് ആരെ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. തോമസ് ഐസക്കിനെ ലോട്ടറി സംഭവത്തിൽ സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി വിഭാഗത്തില് അന്ന് പി ഡി സതീശൻ അദ്ദേഹത്തെ മൂക്കും കൊണ്ട് ധൃതരാഷ്ട്രം എന്നെഴുതിച്ചു. ഇപ്പൊ ഇനി ഇദ്ദേഹം ചെന്നാൽ മൂക്കും കൊണ്ട് അദ്ദേഹം ഋതിക് റോഷൻ എഴുതിക്കും. ദയവേത് പോകരുത്. നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. ഒറ്റ സൈഡിൽ പോകാൻ വന്ന ഒരാളാണ് ഞാൻ. മതി, ഞാൻ ധന്യനായി. അതെങ്ങനെ തോണ്ടി എന്നെ എല്ലാവർക്കും എത്തിക്കുകയാണ്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ സ്ഥിരം പരിപാടിയാണ്. എനിക്കതൊന്നും പുത്തിരിയല്ല. ഒരുപാട് കൊല്ലങ്ങളായിട്ട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ത്? ഞാൻ ഭയക്കുന്നില്ലെന്നേ. വളരെ കറക്റ്റാ. നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. ആക്രമണത്തെ അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരുമോ? അപ്പൊ എന്നെ വീട്ടിൽ കയറ്റി തന്നോക്കിയാണ് പേടിപ്പിച്ച്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല. അത് നടക്കില്ല. ഇത് കണ്ണൂരല്ല, ഇത് കൊച്ചിയാണ്, എറണാകുളമാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. ഇതൊക്കെ എന്ത്? ഓക്കെ, താങ്ക് യു. ഭൂഷ്വാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പണ്ടനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ച് ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ? വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.